യേശുമിക്കുട്ടി കുറച്ചു നേരം ഇവിടുത്തെ പുല്ല് തന്നെ കേട്ടാ. ഞാൻ വരുമ്പോ അഴിച്ചിട്ട് പോയിക്കൊണ്ട് കേട്ടാ. എവിടെ പോയടാ? ഞാനേ മോനെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ടേ വണ്ടി വരുമല്ലോ അവിടെ, അവിടെ വേണ്ടി പോയാണ്. പിന്നെ കാണാറില്ല. ഇല്ലടാ, ഞാനവനെ പുറത്തൊന്നും ഇറങ്ങാറില്ലാന്ന്. വല്ലാത്തൊരു മൂഡ് ഓഫ്. എന്ത് പറ്റി? വയനാടത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ടേ, അവിടുത്തെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു മരവിപ്പ് പോലെയാണ്. കാരണം ഒന്നിനൊരു ഷാറ് വരുന്നില്ല, ആകെ എന്തോ പോലെ. അതെന്നെ മനസ്സിൽ ഫുൾ ടൈം. അത്രയായാലും അതന്നെ. എന്താണ് കാലത്തെല്ലാം പണിയിലുള്ള? ഞാൻ പശുവിനെ കെട്ടാൻ വന്നാണ്. പറഞ്ഞ പോലെ വയനാട്ടിലെ കാര്യം ഓർക്കുമ്പോ ഭയങ്കര ഒരു വിഷമം കേട്ടാ. ഒരു രാത്രി കൊണ്ട് എത്ര പേരുണ്ട് ഇല്ലാണ്ടായത്. കഷ്ടം. ആലോചിക്കുമ്പോൾ തന്നെ തലയ്ക്കൊരു വെളിവില്ല. വല്ലാത്തൊരു ദുരന്തമായി പോയതട്ടാ. നാലോചിച്ച് നോക്കിയല്ലേ അവിടുത്തെ ആ സമയത്ത് അവർ അനുഭവിച്ച അവസ്ഥകൾ. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ജീവന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവുന്ന ഭയങ്കര ഒരു ഭീകരത ആയിരിക്കും. ഇത്ര മണിക്കൂറുകളോളാണ് അവരില്ലേ. വല്ലാത്തൊരു കാടിനെയാണ് അത് ആലോചിക്കുന്നത്. ആലോചിക്കുമ്പോൾ നമുക്ക് പേടിയാവണം. പിന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തകരെ സമ്മതിക്കണം കേട്ടോ. എന്താണ് അവർ കാണിച്ചു കൂട്ടുന്നത്? സമ്മതിക്കണം കേട്ടോ. അവരെ തൊഴുതു പോകണം അവരെ മുമ്പിൽ. അത്രക്ക് നമ്മളൊക്കെ ഇവിടെ കിടന്ന് സോഷ്യൽ മീഡിയ കിടന്ന് എഴുതാനും കുറേ ലേക്ക് ഇതാക്കാനും കുത്തിക്കുറിക്കാനും നമ്മളെ കൊണ്ട് പറ്റണുള്ളൂ. അവർ കാണിച്ചുകൊണ്ട് അവരോ മരണത്തിന് മുന്നിലാണ് കാണിച്ചുകൊണ്ട് ഒരു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതന്നെ എന്ത് പ്രവർത്തനം അത് ചെയ്യണത്, എന്താ ആത്മാർത്ഥ ജോലിയാണ്. എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ നീ പറഞ്ഞ പോലെ? എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ചെയ്യണത്? അവർക്കില്ലേ നാടും വീടും കുടുംബമൊക്കെ. അത് നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കേട്ടോ. അത് രാഷ്ട്രീയവും ഇല്ല, മതവും ഇല്ല, ഒന്നുമില്ല. ഒറ്റ കെട്ടുന്നത്. പിന്നെ ഇത്രയും ദുരന്തങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ഈ സഹായമാണ് എന്നും ആർക്കും എപ്പോഴും സംഭവിക്കാവുന്നതാണ് ഈ പ്രകൃതി ദുരന്തത്തെ. അന്ന് പ്രളയം വന്നില്ലേ, ആരെങ്കിലും വരുത്തിയിട്ടാണോ? സംഭവിച്ചു പോനാണോ? ആർക്കും തടുത്തു നിർത്താൻ പറ്റില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഓടിയെത്തും, എല്ലാവരും സഹായിക്കും. എല്ലാവരും അവനവൻ്റെ വിധത്തിൽ എല്ലാവരും സഹായിക്കാൻ എല്ലാവരും ഉണ്ട്. അതൊരു മഹാഭാഗ്യം. എല്ലാവരും വേർതിരിവ് ഒന്നുമില്ല കാര്യത്തിൽ. പിന്നെ മനുഷ്യന്മാർ കാരണം പ്രകൃതിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതുമൂലമാണ് ഇതുപോലെയൊക്കെ സംഭവിക്കുന്നതെന്ന് കൂടി ഒന്ന് തിരിച്ചറിവ് വരെ നല്ലതായിരിക്കും അല്ലേ? എങ്കിലേ ഭാവിയിൽ ഇതുപോലെയുള്ള ഇത്ര വലിയ കാടിൻ്റെ ഉള്ള ദുരന്തങ്ങളൊന്നും വരാണ്ടിരിക്കാൻ പറ്റുള്ളൂ. ചെറിയ മുല്ലപ്പെരിയാർക്കൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണാവോ, സത്യം എന്താണാവോ, എന്താണ് എപ്പോഴാണ് നടക്കുന്നത് പറയാൻ പറ്റൂല. അതെ, കുറൊക്കെ ഇതിന് നമ്മളും കാരണക്കാരും, മനുഷ്യന്മാരായ നമ്മളും കാരണക്കാരനെ ഒന്നറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അതിന് ചിലപ്പോൾ ഭാഗഭാക്കായിട്ട് വരണുണ്ടാവും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തി ഇങ്ങനത്തുള്ള സംഭവങ്ങൾ ഇനി ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കാന്നല്ലാണ്ട് നമുക്ക് വേണ്ട പോലെ ചെയ്യണം. പിന്നെ സഹായത്തിന്റെ കാര്യത്തിൽ അത് സമ്മതിക്കണം. എന്തോരം സഹായങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണത്. എല്ലാവരും കൂടെ പിടിച്ചേക്കണം വരെ അല്ലേ? വയനാടിന് മൊത്തത്തിൽ അങ്ങോട്ട് പിടിച്ചേക്കണത്. കേരളത്തിന് പുറത്തായാലും തമിഴ്നാട്ടിൽ നിന്നൊക്കെ കണ്ടില്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒറ്റ കെട്ടായി നിന്നവരും പിടിച്ചേക്കണവരെ. എന്തോനെ ന്യൂസ് കേൾക്കണത്, മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ്, കിടാങ്ങളെ എടുക്കാൻ തയ്യാറായിട്ടും അങ്ങനെ എന്തെല്ലാം തരത്തില്ല. അതിന് നമ്മൾ മലയാളികളായാലും അഭിമാനം നമുക്ക് ആ കാര്യത്തിൽ. നീ പറയുന്ന പോലെ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്നൊരു സന്ദർഭമുണ്ട്. അപ്പൊ അവര് ഒറ്റപ്പെടലുണ്ടായി, ആരില്ലാത്തവരൊരു ഒറ്റപ്പെടല്, അത് ഭയങ്കരമാണ്. ഈ പിന്നെ പുനരധിവാസമൊക്കെ പെട്ടെന്ന് നടക്കും, എന്നാലും കൂടെ കഴിഞ്ഞവരൊക്കെ ഇല്ലാണ്ടായി ഒരു അനാഥത്വം ഉണ്ടല്ലോ, അതിനവരനുഭവിക്കരുത്. നമ്മ എല്ലാവരും ഒറ്റക്കെട്ട അവർ പിന്നിലുണ്ടെന്നുള്ള തോന്നല് കൂടെ. നീ പറഞ്ഞ കറക്റ്റാ. ഇപ്പൊ എല്ലാവരും സഹായിക്കാൻ എല്ലാവരും ഉണ്ട്. ഈ ഓളത്തിൽ എല്ലാവരും സഹായിക്കും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും. പക്ഷെ ഈ പെട്ടെന്ന് മാറുന്ന വേദനയല്ലല്ലോ ഇത് അല്ലേ? കോലങ്ങളോട് പിടിക്കുന്നത് മാറാൻ. എല്ലാവരും നല്ല വീടും സെറ്റപ്പും ജീവിതത്തിലൊക്കെ മാറും, ശരിയാവും. പക്ഷെ മനസ്സ് സെറ്റാവാനായിട്ട് കുറച്ചു കാലം പിടിക്കും. അപ്പൊ അതുവരെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഉണ്ടാവും, എല്ലാവരും മറ്റേ കാര്യത്തിലുണ്ടാവും. കരുത്തിലൊക്കെയാണ്.
പോകുന്ന നമുക്ക് വർത്തനം പറയും കുറേ നേരം